അതൊരു പ്രേക്ഷകരെ അല്ലെങ്കിൽ കാണുന്ന വ്യൂവറെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. $4 ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കുഴിയിൽ കിടക്കുന്നവർക്ക് സമർപ്പിക്കാനായിട്ട് നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങളത് 4 അല്ല 400 കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് 4000 കിട്ടുന്ന ചാനൽ കാണിക്കാനുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, യൂട്യൂബിലേക്ക് ദിവസേന ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സാണ് കടന്നു വരുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ശരിക്കും യൂട്യൂബിൽ വിജയിച്ചു പോകുന്നത്. വീഡിയോക്ക് താഴെ സപ്പോർട്ടൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റുകളാണല്ലോ കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവർക്ക് സബ് കൂടുന്നില്ല, വാച്ച് ടൈം കൂടുന്നില്ല. അപ്പൊ ഇതിനായിട്ട് അവർ എന്ത് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ ഒരു ക്രിയേറ്റർ കടന്നു പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എത്രയും വേഗത്തിൽ മോണിറ്റൈസേഷൻ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടാകും, പരിഹസിക്കുന്നുണ്ടാകും ഒരുപാട് പേര്. നമ്മളെ വീട്ടിലുള്ളവർ തന്നെ, അല്ലെങ്കിൽ നമ്മളെ ചാനൽ സബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്. അപ്പൊ ഇവരൊക്കെ ചോദിക്കും, എന്തായി, വലിയ കാര്യത്തിൽ ചാനലൊക്കെ തുടങ്ങിയല്ലോ, എന്നിട്ട് ഇപ്പൊ ഒന്നും ആയില്ലേ, ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആയില്ലേ എന്നുള്ള രീതിയിലൊക്കെ കളിയാക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും, ഭയങ്കരമായിട്ട് ഒരു നിരാശ തോന്നും. നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടും ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല, എല്ലാവരും കളിയാക്കുന്നു. ഒരാളിപ്പോൾ ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ വരെ മടിയാണ്. കാരണം ഇത്രയും വീഡിയോസ് ചെയ്തിട്ടും കാര്യമായിട്ട് വ്യൂസ് ഇല്ല. അവര് നമ്മുടെ ചാനലിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു മോശം, അല്ലെങ്കിൽ നാണക്കേട് തോന്നുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മുന്നിലേക്ക് പല മെസ്സേജുകൾ, പല ആളുകൾ വരുന്നത്. ഞങ്ങൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി തരാം, ജെന്യുവിൻ സബ്, ജെന്യുവിൻ ആയിട്ടുള്ള വാച്ച് ടൈം ഡ്രോപ്പ് ആകില്ല. അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് ജെന്യുവിൻ എന്നുള്ള വാക്കായിരിക്കും. അത് ആക്കിത്തരാം, നിങ്ങൾ ഇത്ര ക്യാഷ് തന്നാൽ മതി, വാച്ച് ടൈം ഡ്രോപ്പ് ആകില്ല. ക്യാഷ് ഉള്ളവരാണെങ്കിൽ ചെയ്യും, ക്യാഷ് ഇല്ലാത്തവരാണെങ്കിൽ ക്യാഷ് ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യും. കാരണം നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യാൻ തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഇനി നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് 1000 സബും അതുപോലെ 4000 വാച്ച് ടൈമും ഞാൻ ചെയ്തു തരാം. പിന്നെ നിങ്ങൾ വീഡിയോസ് അങ്ങ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്താൽ മതി, നന്നായിട്ട് പ്രവർത്തിച്ചാൽ മതി, നന്നായിട്ട് പ്രവർത്തിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ അങ്ങനെയെങ്കിൽ. കാരണം ഞാൻ ഇത്രയും ചെയ്ത വീഡിയോസ്, കാരണം ഞാനാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വീഡിയോസ് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വ്യൂസ് കൂട്ടാൻ അങ്ങനെ ചെയ്യണം. യൂട്യൂബിനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന ഞാൻ തന്നെ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്നെ വിശ്വാസം തോന്നും. കാരണം നിങ്ങൾ പുറത്തൊന്നും പോയിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ അടുത്തല്ല വരിക. അപ്പൊ ഇത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ വളരെ ജെന്യുവിൻ ആയിട്ട് തന്നെ ഞാൻ അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ഒരു മേഖലയിൽ ചെയ്യുന്ന മറ്റൊരു ക്രിയേറ്റർക്ക് അത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ട് അദ്ദേഹം അത് ചെയ്യുന്നത് നല്ലതാണ്, ഒരു കുഴപ്പമില്ല, യൂട്യൂബിന്റെ കുറെ എക്സാമ്പിളുകളൊക്കെ തെറ്റായ രീതിയിൽ പറഞ്ഞതുകൊണ്ട് അപ്പൊ അതിനെ കൗണ്ടർ ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് ഞാൻ അങ്ങനെയല്ല എന്നുള്ളത് കാരണം എന്നെ കേൾക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഓർഗാനിക് ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് സബും വ്യൂസും വരണം. ട്രാഫിക് അങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാലേ നമുക്ക് യൂട്യൂബിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ മറ്റേ യൂട്യൂബർ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് പെയ്ഡായിട്ട് വാച്ച് ടൈമും ഇതും ചെയ്യുന്നത് കൊണ്ട്, സബ് കൂട്ടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, യൂട്യൂബിൽ അതുകൊണ്ട് നിങ്ങളുടെ ചാനലിനെ ദോഷമായിട്ടൊന്നും ബാധിക്കില്ല എന്നുള്ള രീതിയിലാണ് പറയാൻ ശ്രമിച്ചത്. അപ്പൊ ഈ രണ്ട് വാദങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ, എനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഞാനതിൽ കുറച്ച് നിൽക്കില്ല എന്നുള്ളത്. നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ കടിച്ചു തൂങ്ങി നിൽക്കരുതല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ, അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ ബോധ്യമാകുന്നു ആ സമയത്ത് ഞാൻ പറയും പെയ്ഡായിട്ട് വാച്ച് ടൈം ചെയ്യുന്നത് നല്ലതാണ്, ഞാൻ മുന്നേ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ അറിയുന്ന 2 സുഹൃത്തുക്കൾ കുറച്ച് സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. നിങ്ങൾ
ആ ഒരു ചാനലിൽ അദ്ദേഹം സ്ക്രീൻഷോട്ടൊക്കെ, അതായത് പെയ്ഡ് വാച്ച് ടൈം ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ കുഴിയിലാവും, ചാനൽ റീച്ച് ആകില്ല എന്ന് പറഞ്ഞവർക്ക് സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് വിപരീതമായിട്ടുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രൂഫ് പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിക്കാം, എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. എല്ലാ ക്രിയേറ്ററും മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് പറയാം. ഞാനൊന്ന് വായിക്കാം. ചാനലിൽ വാച്ച് അവർ ചെയ്താൽ ഡോളർ കയറുകയില്ല. നിങ്ങളുടെ ചാനൽ കുഴിയിൽ കിടക്കുമെന്ന് വിചാരിക്കുന്നവർക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ആള് ഞാൻ തന്നെയാണ്. ഓക്കെ, കാരണം ഞാനത് വിചാരിക്കാൻ മാത്രമല്ല, ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ലത്. നിങ്ങളുടെ കഴിവും ആത്മവിശ്വാസവും നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. വളരെ നല്ല ഒരു സംഭവം തന്നെ, ഒരു കോട്ടാണെന്ന് പറയാം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയോടെ നിങ്ങൾ മാറി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് ഉണ്ടാകുന്നു. ഗുഡ് നൈറ്റ് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തയോടെ നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉണർവുണ്ടാകും. അതും ശരിയാണ്. ശേഷം ഒരു സ്ക്രീൻഷോട്ട്, ഡോളർ കയറിയ ഒരു വാച്ച് ടൈം ക്യാഷ് ആയിട്ട് ചെയ്ത് ഡോളർ കയറിയ ഒരു സ്ക്രീൻഷോട്ട് പ്രൂഫായിട്ട് കാണിച്ചിട്ടുണ്ട്. $4. അപ്പൊ പെയ്ഡ് ആയിട്ട് വാച്ച് ടൈം ചെയ്ത് ഇതാ ചാനൽ റീച്ച് ആയിട്ടുണ്ട്, ഡോളർ കയറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് അദ്ദേഹം ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോക്ക് താഴെ ഞാൻ കുറച്ച് കമന്റുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പലരും മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ ചില അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബർ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാൻ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കും. അപ്പൊ അവർക്ക് പലർക്കും ഇത് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അവർ ചോദിക്കും, വേറൊരു സബ്സ്ക്രൈബർ ആണ് ഇതൊന്ന് പറയുന്നുണ്ട്, അത് AVSനുള്ള മറുപടിയാണ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ എന്തായാലും ഞാനത് എനിക്കുള്ള മറുപടി ആയിട്ട് എടുക്കേണ്ട, അല്ലെങ്കിൽ ഞാനത് എടുക്കുന്നു എന്നും പറയുന്നില്ല. കാരണം ഒരാളുടെ കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റിൽ ഒരാൾക്ക് നമുക്ക് അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഫ്രീഡമാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഊന്നി നമ്മൾ സംസാരിച്ചത് കൊണ്ടും നമ്മൾ തമ്മിൽ ഇങ്ങനെ രണ്ടഭിപ്രായം പറഞ്ഞത് കൊണ്ടും ഇതിൽ എന്റെ റിപ്ലൈ ഞാൻ പറയാം. അപ്പൊ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നെ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അദ്ദേഹം എനിക്കൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു. ലാസ്റ്റ് 28 ഡേയ്സിൽ $4 കയറിയിട്ടുണ്ട്. അപ്പോൾ പെയ്ഡ് വാച്ച് ടൈം ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഡോളർ കയറില്ല, കുഴിയിലാകുമെന്ന് വിചാരിക്കുന്നവർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പെയ്ഡ് വാച്ച് ടൈം ചെയ്താലേ ചാനൽ റീച്ച് ആകൂ, അല്ലെങ്കിൽ അങ്ങനെ $4 കയറിയെങ്കിൽ ഇപ്പൊ ഓർഗാനിക് ആയിട്ട് വന്ന ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കേണ്ടതുണ്ട് ഇതിന് മറുപടിയായിട്ട്. എങ്കിൽ ഞാനിതാ കാണിക്കുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, അദ്ദേഹത്തിന്റെ ചാനൽ ഓർഗാനിക് ആയിട്ട് വന്ന വ്യൂസ്, അതുപോലെ റവന്യൂ, അതിന് ഡേറ്റ് സഹിതം ഞാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 22 വരെ. ഞാൻ ഈ ഒരു വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് സെപ്റ്റംബർ 22-ലാണ്. ഇന്നിപ്പോ സെപ്റ്റംബർ അവസാനിക്കാനായി, 27-28 ആയല്ലോ. അപ്പോ ഞാന് അന്ന് വരെയുള്ള റവന്യൂ ഒരു ലാസ്റ്റ് 28 ഡേയ്സിലെ മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് റവന്യൂ കാണാം. എസ്റ്റിമേറ്റഡ് റവന്യൂ $2,822. നിങ്ങൾ പെയ്ഡ് വാച്ച് ടൈം ചെയ്ത് $4 കയറിയത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോ അതല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇതാ ചാനൽ കുഴിയിൽ കിടക്കുമെന്ന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെയ്ഡ് വാച്ച് ടൈം നല്ലതാണെന്ന് പറയുമ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് $4 കയറിയതാണ് കാണിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, ഓർഗാനിക് ആയിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർക്ക് ഇത്ര ഡോളർ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് 28 ഡേയ്സിൽ, 2,822. ഇനി ഇത് കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് വഴി പോകണം, അല്ലെങ്കിൽ എവിടെയാണ് ശരി, എന്താണ് ശരി എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോൾ എനിക്ക് സത്യത്തില് ഇത് തന്നെ ഒന്ന് $4 എന്ന് പറയുമ്പോൾ അതൊരു പ്രേക്ഷകരെ അല്ലെങ്കിൽ ഇത് കാണുന്ന വിവരം നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. $4 ആണോ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കുഴിയിൽ കിടക്കുന്നവർക്ക് സമർപ്പിക്കാനായിട്ട് നിങ്ങൾ കാണിക്കേണ്ടത്? നിങ്ങളത് നാളല്ല 400 കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് 4000 കിട്ടുന്ന ചാനലിൽ കാണിക്കാനുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള ഒരു പ്രശ്നം, ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ള ഒരുപാട് പേര് ഈ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഇത് പെട്ടിട്ട്. പക്ഷേ അവരാരും യൂട്യൂബിനെ കുറിച്ച് മാസ്റ്റർ ക്ലാസ് എടുക്കുന്നില്ല. യൂട്യൂബിൽ ഇങ്ങനെ വ്യൂസ് കൂട്ടാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ട് നിങ്ങളുടെ ചാനൽ ഇങ്ങനെ കൂടാം, അങ്ങനെയൊക്കെ പറയുന്ന ഒരാള് ഇങ്ങനെ ചെയ്യുന്നതിൽ ഭയങ്കര ഒരു വൈരുദ്ധ്യമുണ്ട്.
എനിക്ക് അതായത് ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഈ ഒരു പോസ്റ്റ് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ ഒരു ചെറിയൊരു പോസ്റ്റിൽ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ജസ്റ്റ് നോക്കുക. ചാനൽ വാച്ച് അവർ ചെയ്താൽ ഡോളർ കയറുകയില്ല, നിങ്ങളുടെ ചാനൽ കുഴിയിൽ കിടക്കുമെന്ന് വിചാരിക്കുന്നവർക്ക് സമർപ്പിക്കുന്നു. ഓക്കെ. രണ്ടാമത് ആ ബ്രാക്കറ്റിൽ നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ കഴിവും ആത്മവിശ്വാസവും നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന്. അതായത് ഇത് കാണുമ്പോൾ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഫേക്കായിട്ട്, നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഫേക്കായിട്ട് സബും വാച്ച് ടൈമും കൊണ്ടുവരുന്നത്? ആ ഒരു വാക്ക് പോലും എവിടെ കൊടുത്തിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? അതിന് രണ്ടാമത്തത് അടുത്ത വാക്കുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തയോടെ നിങ്ങൾ മാറി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവുണ്ടാകുന്നു. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ പെയ്ഡ് വാച്ച് ടൈം ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നിങ്ങളത് ചെയ്യരുതെന്ന് ഞാൻ ഇവിടെ നിങ്ങളെ തിരുത്തുകയാണ്. അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത്. മറ്റുള്ളവരൊക്കെ ഓർഗാനിക് ആയിട്ട് വ്യൂസ് കിട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഇതുപോലെ പെയ്ഡായിട്ട് വാച്ച് ടൈം ചെയ്യാൻ കഴിയും. നമ്മുടെ കഴിവിലും ആത്മവിശ്വാസത്തിലൊക്കെ നമുക്ക് കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് വാച്ച് ടൈം ചെയ്യുക. അതേപോലെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നിങ്ങൾ നോക്കണ്ട. അതായത് നിങ്ങളുടെ കൺമുന്നിൽ ചിലപ്പോൾ ഓർഗാനിക് ആയിട്ട് ചാനൽ റീച്ചായി പോയവരുണ്ടാവും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്ത് ചാനൽ മുന്നോട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് പുതിയ ഉണർവേകും എന്നുള്ളത്. അപ്പൊ അതിൽ തന്നെ പറയുന്നത് അതിലുള്ള ഒരു വൈരുദ്ധ്യം. അപ്പൊ ആ വാക്കുകൾ വെറുതെ കൊടുത്ത് പ്ലേസ് ചെയ്യണം. അത് ഞാനിത് പറയാൻ കാരണം ജസ്റ്റ് ഇപ്പൊ ചെക്ക് ചെയ്തപ്പോൾ കണ്ടതാണ്. അടുത്ത കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റിലും നമ്മുടെ പെയ്ഡ് വർക്ക് തികച്ചും ജെനുവിൻ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ജെനുവിൻ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ ജെനുവിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ പാവം നമ്മൾ ന്യൂ യൂട്യൂബേഴ്സിന് അവര് ഞാൻ പറഞ്ഞല്ലോ ഒരു തരത്തിലും വ്യൂസ് വരാത്തവരാണ്. അവരിങ്ങനെ നിൽക്കുമ്പോൾ ജെനുവിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ അടുത്തത് പറയുന്നത് ഈ വാച്ച് അവർ ഒരിക്കലും ഡ്രോപ്പ് ആകില്ല, അല്ലെങ്കിൽ ഇത് 2 ആഴ്ച കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്ന. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കും. അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ നമ്മൾ ഈ ജെനുവിൻ നമ്മൾ ചില മിക്സിയൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു RPM റേറ്റ് അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇന്ന മെറ്റീരിയലാണ് നമുക്ക് കേൾക്കാത്ത, നമുക്ക് പരിചയമില്ലാത്ത, ഇതിപ്പോ ചിലർ പറയുന്നത് തായ്ലൻഡ് മെറ്റീരിയലാണ് അല്ലെങ്കിൽ കോമ്പഡ് കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ബേസിക് ആയിട്ടൊന്നും ഇതിനെ കുറിച്ച് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സെയിൽസ്മാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളിൽ അറിയാതെ അപ്പൊ ഇവര് സംഭവം സെറ്റപ്പാണ് കേട്ടാ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. അതുപോലെ ഫേക്കായിട്ട് നമ്മുടെ ചാനലിൽ സബും വാച്ച് ടൈമും കൊണ്ടുവരുന്നതിൽ പോലും ജെനുവിൻ എന്നുള്ള വാക്കുകളൊക്കെ ഇതിന്റെ ഇടയിൽ ഇടുക, അല്ലെങ്കിൽ ഡ്രോപ്പ് ആവില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സാധാരണ ക്രിയേറ്റേഴ്സിന് ഇതിലൊരു ഇംപ്രഷൻ വന്നേക്കാം, ഇതാണ് സംഭവം എന്നുള്ളത്. ജെനുവിൻ എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം അവിടെ ജെനുവിൻ എന്ന് ഉദ്ദേശിച്ചത് ഒരു പക്ഷെ റോബോട്ടിക് ആയിട്ടുള്ള സബ് ആയിരിക്കില്ല. അദ്ദേഹത്തിന് കുറച്ച് സബ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, അവരെ കൊണ്ട് സബ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിൽ നിന്ന് വരുന്ന സബും റോബോട്ടിക് സബും എല്ലാം ഫേക്ക് ആയിട്ടുള്ള സബ്ബാണ്. കാരണം നമ്മൾ കമ്പൾസ് ചെയ്തിട്ട് കൊണ്ടുവരുന്നവരാണ്. അവരാരും പിറ്റേ ദിവസം നമ്മുടെ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ ചെന്നാൽ അവർ ആ വീഡിയോ കാണൂല. പിന്നെ അവർ ആ സമയത്ത് ഇദ്ദേഹം അടുത്ത ചാനലിൽ കൊടുക്കുന്ന വീഡിയോസിന്റെ വാച്ച് ടൈം കൂട്ടുന്ന തിരക്കിലായിരിക്കും. നിങ്ങൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് സബ് ചെയ്തവര് അവര് നമ്മളെ വീഡിയോ കാണാൻ ഇരിക്കുന്ന ആളുകളല്ല. അവർക്ക് അടുത്ത വീഡിയോ അടുത്ത ചാനല് സബ് കൂട്ടാനുള്ള തിരക്കിലാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഈ 24 hours യൂട്യൂബിൽ എത്ര സമയം മാറ്റി വെക്കാൻ കഴിയും? ഇപ്പോൾ ഗ്രൂപ്പിൽ ടാസ്ക് ചെയ്യുന്നവരൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഈ ടാസ്ക് ചെയ്യുന്നവരൊക്കെ ആ കമ്പൾസ് ചെയ്യുന്നത് കാണുന്ന വീഡിയോ, ലിങ്ക് വഴി കിട്ടുന്ന വീഡിയോ അല്ല, അല്ലെങ്കിൽ അവര് നിങ്ങളോട് കാണാൻ പറയുന്ന വീഡിയോ അല്ലേ നിങ്ങൾ കാണുള്ളൂ. അതല്ലാതെ ആ ചാനലിൽ പോയിട്ട് ഏതെങ്കിലും ഒരാൾ വീഡിയോ കണ്ട് സഹായിക്കോ? ക്രിയേറ്റേഴ്സ് പ്രത്യേകിച്ചിട്ട്. കാരണം അവർക്ക് അറിയാം ഞങ്ങള് വെറുതെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് വാച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. കാരണം നമ്മൾ ക്യാഷ് വാങ്ങിയിട്ട്, ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ക്യാഷ് വാങ്ങിയിട്ട് ഒരാൾക്ക് വാച്ച് ടൈം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ ഫ്രീ ആയിട്ട് പിറ്റേ ദിവസം അയാളുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ കാണുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രൂഫോ തെളിവോ എന്നെ ബോധ്യപ്പെടുത്തുന്നതല്ല, അല്ലെങ്കിൽ ഇനി നിങ്ങൾ പറയാം, പ്രേക്ഷകർ പറയാം, ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതിലും ഈ പറഞ്ഞതിലും ഏതാണ് ശരിയെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഞാൻ മാനിക്കുന്നതാണ്. ഇതിനോട് കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ചില ക്രിയേറ്റേഴ്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. AVSന് എന്താണ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യം,
AVS ആണ് കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത്, ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിച്ചോട്ടെ എന്നൊക്കെ. അപ്പോ ഞാനിതൊക്കെ ഉറക്കം പോലും വരാത്ത ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു അത്ര. എന്താണ് ഇവർക്ക് ഇങ്ങനെ ഇതിനെക്കുറിച്ച്? ഓക്കെ, ഞാനും ഇപ്പൊ ഈ ഇദ്ദേഹമായിട്ടൊരു കൃത്യമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ പുറത്ത് സംസാരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് എന്താണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണണ്ട, അല്ലെങ്കിൽ അദ്ദേഹം എനിക്കുള്ള മറുപടി ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അതിൽ കാണണ്ട. അപ്പൊ അവര് പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് രാത്രി ഇരുന്ന് വീഡിയോ ചെയ്യാണ്, എന്നിട്ട് പറയാണ് ഇതില് AVS ആണ് കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ കൂടുതൽ ചെയ്യും, കുറവ് ചെയ്യും, അതൊക്കെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അത്രയും രോഷാകുലനായിട്ട് സംസാരിച്ച ക്രിയേറ്റർ വരെ ഈ ഫേക്ക് ആയിട്ടുള്ള ഈ സംഭവം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞത് ഞാൻ ഈ അടുത്ത സമയത്താണ്. അപ്പൊ ഞാൻ അതിനു മുന്നേ വളരെ ഇതിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. പക്ഷെ ഇപ്പോഴാണ് ഒരുപാട് പേര് ഇതും എന്നോട് വന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാം. അപ്പൊ എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇത് എഫക്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇതിനെ ബാധിക്കുന്നത് ഇത് ചെയ്തു കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും പറയുന്നില്ല, അതിപ്പോ ഈ പറഞ്ഞത് ആർക്കാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉറക്കം കളയേണ്ട അല്ലെങ്കിൽ ഉറക്കം പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളെ പേരെടുത്തും പറഞ്ഞിട്ടില്ല. ഇത് ഞങ്ങൾ തമ്മിലുള്ള രണ്ടഭിപ്രായമാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സർവീസ് ചെയ്തു കൊടുക്കുന്ന ഒരാളായിരിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഇവിടെ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇങ്ങനെ ഒരു സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്, AVS ഇന്ന അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ അത് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഈ ഇദ്ദേഹത്തോട് പറയുമ്പോൾ ഇദ്ദേഹം കൃത്യമായിട്ട് എന്റെ മുമ്പിൽ അല്ലെങ്കിൽ വീഡിയോയിലൂടെ പറയുന്നുണ്ട്, ഞാനിത് ചെയ്യുന്നുണ്ട്, ഞാനിത് ചെയ്യുന്ന ആളാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇതാണ്, ക്ലിയർ ആണ് എനിക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാനും അദ്ദേഹത്തോടും പറയാം, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നോടും പറയാം. ഇത് ഓഡിയൻസിന് തീരുമാനിക്കാം. പക്ഷെ ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഇത് ചെയ്യുന്ന ആള് പക്ഷെ അദ്ദേഹത്തിന്റെ ഉറക്കം പോയി എന്നൊക്കെ പറയുന്നത് ക്രിയേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഇത് കാണുന്ന വ്യൂവേഴ്സിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ളതല്ല. പകരം അദ്ദേഹത്തിന് കിട്ടുന്ന വർക്ക് കുറയുമോ അല്ലെങ്കിൽ അദ്ദേഹം പെയ്ഡ് വാച്ച് ടൈമോ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നുള്ളത്. അപ്പൊ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ പറയാണ്. നിങ്ങൾ ഉറക്കം കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുന്നു എന്നുള്ളത് മാത്രമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രേക്ഷകർ, ഇത് കാണുന്ന പ്രേക്ഷകർക്കാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ചാനൽ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളത്. അത് നിങ്ങളുടെ പരിപൂർണ സ്വാതന്ത്ര്യമാണ്. എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പെയ്ഡ് വാച്ച് ടൈം ചെയ്തിട്ട് ചാനൽ റീച്ച് ആകാത്ത ഒരുപാട് ആളുകൾ. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഈ ഒരു പെയ്ഡ് വാച്ച് ടൈം ചെയ്ത് സബും വാച്ച് ടൈമും കൂട്ടിയ ഒരു ചാനൽ ഉണ്ടല്ലോ, ഇപ്പൊ $4 ആയിട്ടുള്ള ചാനൽ. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് $4 കിട്ടിയത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു $40 മിനിമം കിട്ടേണ്ട സമയത്താണ് അദ്ദേഹത്തിന് വെറും $4 കിട്ടിയത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഫേക്ക് ആയിട്ടുള്ള ട്രാഫിക് കൊണ്ടുവന്ന് ചാനലിൽ സബ് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ ചാനൽ ഇത്രത്തോളം ഡെവലപ്പ് ആകുന്നുണ്ടെങ്കിൽ, അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ട്രാഫിക് ആയിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു അദ്ദേഹത്തിന്റെ ചാനൽ? അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പെയ്ഡ് ആയിട്ട് നമ്മൾ വാച്ച് ടൈം സബ് കൊണ്ടുവരുന്നത് എപ്പോഴാണ്? നമ്മുടെ ചാനൽ റീച്ച് ആകുന്നില്ല, ഒരു നിലക്കും നമുക്ക് റീച്ച് ആക്കാൻ കഴിയില്ല എന്നുള്ളതല്ലേ. ഓർഗാനിക് ആയിട്ട് വ്യൂസ് വരാത്ത ഒരാളാണല്ലോ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അവരിത് ചെയ്ത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചാനലിൽ വ്യൂസ് വരണ്ടേ, അവർക്ക് റവന്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ. 4000 മണിക്കൂർ അവർക്ക് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ആ 4000 മണിക്കൂർ ഓർഗാനിക് ആയിട്ട് വരാത്തത് കൊണ്ടാണല്ലോ. അപ്പൊ അവരിത് ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്, അങ്ങനെ ചെയ്തിട്ടും നിങ്ങളുടെ ചാനലിൽ ഈ ചെറിയ ഗ്രോത്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എത്രയോ വലിയ ഗ്രോത്തിലേക്ക് എത്താമായിരുന്ന ചാനലിനെ നിങ്ങൾ ഇതുപോലെ ഓർഗാനിക് അല്ലാത്ത കമ്പൾസ് ചെയ്തിട്ടുള്ള സബും വാച്ച് ടൈമും കൊണ്ടുവന്നത് കൊണ്ട് നിങ്ങളുടെ ചാനൽ അവിടെ ഡൗൺ ആകുകയാണ് ചെയ്തത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഞാനൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞാൽ, പുതിയൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ അതിന്റെ ഭാവി 3 മാസത്തിൽ ക്ലിക്കായി മോണിറ്റൈസേഷനായി പേയ്മെന്റ് കിട്ടേണ്ട ഒരു ചാനലാണെന്ന് വിചാരിക്കുക. ഞാൻ ആദ്യത്തെ 2 മാസം കഴിഞ്ഞ് ചാനൽ റീച്ച് ആകുന്നില്ല എന്ന് കരുതിയിട്ട് ഞാൻ പെയ്ഡായിട്ട് ട്രാഫിക്കും കാര്യങ്ങളും ഇതുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3-ാമത്തെ മാസം ക്ലിക്ക് ആകേണ്ട എന്റെ ചാനൽ അവിടെ ഡൗൺ ആവുകയാണ്, ക്ലിക്ക് ആവുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കറിയില്ല 3-ാമത്തെ മാസം എന്റെ ചാനൽ ക്ലിക്ക് ആകുമായിരുന്നു എന്നുള്ളത്. ഇത് തന്നെ എല്ലാ ക്രിയേറ്റർക്കും
സംഭവിക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഉപകാരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് പറയുക. കാരണം എനിക്കത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഞാൻ പറഞ്ഞത് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യാം. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.